ഇടുക്കി മൂലമറ്റം ത്രിവേണിയിൽ യുവാവ് മുങ്ങിമരിച്ചു. മൂലമറ്റം സ്വദേശി അതുൽ ബൗജുവാണ് മുങ്ങിമരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിതീഷ് രാജേഷിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? നിലവായ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മൂലമറ്റം സ്വദേശികളായിട്ടുള്ള അതുലും അതുപോലെ തന്നെ നിതീഷും കൂട്ടുകാർക്കൊപ്പം ഈ ത്രിവേണി സംഗമത്തിൽ കുളിക്കുന്നതിനായി എത്തുന്നത്. ഇതിനുശേഷം ഈ കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ശക്തമായ ഒഴുക്ക് ഈ ത്രിവേണി സംഗമത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ മൂലമറ്റം പവർ സ്റ്റേഷനിൽ ഉൾപ്പെടെ വൈദ്യുതി ഉത്പാദിപ്പിച്ച ശേഷം പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്നു എന്നുള്ളത് കൊണ്ട് എപ്പോഴും വെള്ളമുള്ള ഒരു പ്രദേശമാണ്. ഈ ത്രിവേണി സംഗമത്തിന് ചുറ്റുമായി പല ചുഴികളുമുണ്ട്. ഈ ചുഴിയിൽ അകപ്പെട്ടതാകാം ഈ ഒരു അപകട കാരണമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഈ നിതീഷ് രാജേഷിനെയാണ് രക്ഷപ്പെടുത്തുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ മൂലമറ്റത്ത് നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തുകയും ഈ നിതീഷ് രാജേഷിനെ രക്ഷിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഈ ഒരു അതുൽ ബൈജുവിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ശേഷം വേറെ സമയം കഴിഞ്ഞാണ് അതുൽ ബൈജുവിനെ ഈ വെള്ളത്തിൽ നിന്ന് കണ്ടെത്താനായതും. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഈ നിതീഷ് രാജേഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇയാൾ ഇപ്പോൾ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി സഞ്ചാരികൾ എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ഉണ്ടായി. ശരി സുബിൻ, ഇടുക്കി മൂലമറ്റത്തെ യുവാവ് മുങ്ങിമരിച്ചു. വാർത്തയുടെ വിവരങ്ങളാണ് സുബിൻ പങ്കുവച്ചത്.